ശ്രീ ഉണ്ണികൃഷ്ണനാണ് പോത്തങ്കോട് നിന്നും. ശ്രീ ഉണ്ണികൃഷ്ണൻ, നമ്മൾക്കെല്ലാം പരിചയമുള്ള കണ്ടും വായിച്ചുമൊക്കെ അറിഞ്ഞിട്ടുള്ള രാഷ്ട്രത്തലവന്മാരുടെ വിരുന്നുകളിലൊക്കെ അതെവിടെ വെച്ച് നടന്നാലും അവിടെയൊക്കെ കനത്ത സുരക്ഷയാണ്. പ്രത്യേകിച്ച് അമേരിക്കയെ സംബന്ധിച്ച് ലോകത്താകമാനം ശത്രുക്കളൊക്കെ ഉള്ള ഒരു രാജ്യം, ലോകത്തെ ഏറ്റവും വലിയ സുരക്ഷാ സംവിധാനവും രഹസ്യ വിവര ശേഖരണ ഏജൻസിയും ഒക്കെയുള്ള രാജ്യം. ആ രാജ്യത്തിൻ്റെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പ്രഥമ വനിതയും ഒക്കെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ പങ്കെടുത്തൊരു ചടങ്ങിലാണ് ഇത്തരമൊരു വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നത്. ഒരുത്തൻ കൊല്ലാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയ അത് നടക്കുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. എന്നാലും ഇത് ശാസ്ത്രം അങ്ങനെ പറഞ്ഞോ? ശാസ്ത്രം അങ്ങനെ പറഞ്ഞോ? നമ്മളെ അനുഭവം. തുനിഞ്ഞിറങ്ങിയാൽ അത് മിക്കവാറും ഒക്കെ 90% നടന്നിരിക്കും. പക്ഷെ രക്ഷപ്പെടുന്നതൊക്കെ ഓരോരുത്തരുടെ ഭാഗ്യം. അത് മാത്രമല്ല, നിങ്ങളിപ്പോ താങ്കളും ഞാനും അല്ലെങ്കിൽ മറ്റുള്ള ലോകത്തുള്ള എല്ലാവരും എന്തിനാണ് ട്രംപിനെ ആക്രമിക്കുന്നതിന് അല്ലെങ്കിൽ വെടിവെച്ച് ഒരു പക്ഷേ ട്രംപ് മരിച്ചുകൊണ്ട് എന്തിനാണ് നിങ്ങൾ ദുഃഖിക്കുന്നത്? എനിക്ക് അതിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയണം. ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും വിഷമം എന്നറിയണം. ട്രംപ് വിഷമം കൊണ്ടല്ലോ, ഏത് രാഷ്ട്രത്തിൻ്റെതായാലും ഇപ്പോൾ ട്രംപ് ചെയ്യുന്ന പ്രവർത്തനത്തോട് എതിർപ്പുണ്ട് എന്ന് കരുതി ട്രംപിനെ നാളെ ആരും വെടിവെച്ച് കൊല്ലണമെന്നൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അത് അങ്ങനെ ഏത് എത്ര മോശപ്പെട്ട ആളായാലും അയാളെ നാളെ ഒരാൾ വെടിവെച്ച് കൊല്ലട്ടെ, അങ്ങനെയൊന്നും നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞു അദ്ദേഹം മോശപ്പെട്ട ആളെന്ന് ഞാൻ പറഞ്ഞ ഇല്ല, ഞാൻ പറഞ്ഞത്, ഞാൻ അങ്ങോട്ട് പറഞ്ഞത്. നിങ്ങൾ എന്തിനാ ദുഃഖിക്കുന്നത്? 3 ദിവസം കഴിഞ്ഞ് 3-ാം നാൾ അദ്ദേഹം ഉയർത്തെഴുന്നേറ്റിരിക്കും. നിങ്ങളാണ് ചത്താ പിന്നെ പുഴുവായി പോണത്. ഇദ്ദേഹത്തിന് മരണമില്ല. അയ്യോ, 3 ദിവസം കഴിയുമ്പോ അദ്ദേഹം ലോകാരാധ്യനായിട്ട് വീണ്ടും അദ്ദേഹം ആരാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് ഒരു ഉണക്ക ട്രംപാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്. നിങ്ങൾ കണ്ടില്ല ഇതൊന്നും. അദ്ദേഹം ആരാ? നിങ്ങള് ഈ ലോകത്തല്ലി ജീവിക്കുന്നത്. അദ്ദേഹത്തിനെ വെടികൊണ്ട് അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ 3-ാം നാള് അദ്ദേഹം എവിടെയാണ് പൊങ്ങണേന്ന് എനിക്ക് അറിഞ്ഞൂടാ. സത്യമായിട്ട് ഞാൻ അതിനെ കുറിച്ച് ഇതുവരെ ഒന്ന് ശ്രദ്ധിച്ചിട്ടില്ല. എവിടെയെങ്കിലും ഒരിടത്ത് പൊങ്ങും. ഈ വെടിവെക്കാൻ വന്ന ആ വിഡ്ഢിയുടെ എനിക്ക് പറയാനുള്ളത്, പുറത്തിറങ്ങി 10 തെരുവനായ വെടിവെച്ചിരുന്നെങ്കിൽ അവനെ അവിടുത്തെ പഞ്ചായത്തുകാരെങ്കിലും അംഗീകരിച്ചോട്ടെ. പഞ്ചായത്ത് ഉണ്ടാകുന്ന എനിക്ക് അവിടെ കോർപ്പറേഷൻകാര് അവിടെ അംഗീകരിച്ചോട്ടെ. ഈ വൃത്തികെട്ട ഈ ദ്രോഹിയ, രാജ്യദ്രോഹിയ, ഈ മഹാഭാവിയ, ദുഷ്ടന, പാവപ്പെട്ട കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്ന് അവിടുത്തെ ധനവും എല്ലാം ഊറ്റിയെടുത്ത് യവന്റെയൊക്കെ മരണം നിങ്ങളും ഞാനും ചിന്തിക്കുന്നതിന്റെ അങ്ങേ അറ്റമായിരിക്കും. നിങ്ങൾ നോക്കിക്കോ, ഒരു പൂട പോലും ഇവന്റെ ബാക്കിയില്ലാത്ത മരണങ്ങളായിരിക്കും ഇവനൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ എന്റെ കാൾ ഒരിക്കലും നിങ്ങൾ എടുക്കണ്ട. ഇത് ഉണ്ണിയാണ് പറയണത്, പോത്തങ്കോട് ഉണ്ണികൃഷ്ണൻ. ശരി, ഓക്കെ. എന്തായാലും പോത്തങ്കോട് ഉണ്ണികൃഷ്ണന്റെ പ്രതികരണം കൊള്ളാം. രസകരമായൊരു പ്രതികരണം കൂടിയാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹം പറഞ്ഞത് സറ്റാരിക്കലായിട്ടാണ്, പക്ഷേ എല്ലാം അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ ചിലർ വല്ലാതെ വൈകാരികമായി എടുത്തു കളയരുത്. ശ്രീ ജോസഫാണ് അരൂരിൽ നിന്നും. ശ്രീ ജോസഫ്, താങ്കൾ എങ്ങനെയാണ് ഈ സംഭവത്തെ കാണുന്നത്? സാറേ, ഇത് തീർച്ചയായിട്ടും ഇതൊരു നാടകം തന്നെയാണ്. കാരണം ഇയാള് പലതരത്തിലും നാടകം കളിക്കുന്ന ആളാണല്ലോ. നമ്മൾ ഒരുപാട് കണ്ടു കഴിഞ്ഞല്ലോ. ഈ പാവപ്പെട്ടവരെ കൊന്ന് വെടിവെച്ച് കൊന്നിട്ട് ഈ പല ഇതും പറഞ്ഞിട്ട് നടക്കുന്ന ഒരാളല്ലേ. അപ്പൊ എന്റെ മനസ്സിലേക്ക് വരുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പണ്ടൊരു ആട്ടിടയനൊരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ആട്ടിടയൻ ഒരു പയ്യനാണ്. അവനിങ്ങനെ മരത്തിന് മുകളിൽ കയറിട്ട് ആടുകളെ ശ്രദ്ധിക്കൊണ്ടിരിക്കുമ്പോ ആളുകൾ വിളിച്ചു പറയും, പുലി വന്നേ എന്ന് വിളിച്ചു പറയും. ആളുകൾ ഓടിക്കൂടി കഴിയുമ്പോൾ പറയും, പുലി, ഞാൻ നിങ്ങളെ പറ്റിക്ക്, പുലി വന്നില്ല. ഇങ്ങനെ പല പ്രാവശ്യം പറഞ്ഞ് അവസാനം പുലി വന്നു കഴിഞ്ഞപ്പോ നാട്ടുകാർ ഓടിക്കൂടി കഴിഞ്ഞപ്പോ ഇവനാ പുലി എത്തുന്നു പോയി. അതുപോലെ ഇയാൾക്ക് സംഭവിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. ഇയാൾ എത്രയും പെട്ടെന്ന് ഈ പുലി പിടിച്ചോണ്ട് പോയെന്നാൽ ഈ ലോകം രക്ഷപ്പെടും. എന്റെ അഭിപ്രായം അതാണ്. ഇന്ന് കഴിക്കുന്നത് മുഴുവൻ നാടകമാണ്, ഒരു സംശയമില്ല. ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി ഇയാളുടെ തോൽവി, നിറാനമായിട്ടുള്ള ഈ പ്രശ്നത്തിൽ അയാൾ തോൽവി സംഭവിച്ചുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി ഇങ്ങനൊരു നാടകം കളിച്ചതാണ് എന്റെ അഭിപ്രായം. ശരി, ശ്രീ ജോസഫിന്റെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീ ഉണ്ണികൃഷ്ണനാണ് പേരാവൂരിൽ നിന്നും. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ ചില ആളുകളൊക്കെ പറയുന്നു ഇത് നാടകമാണെന്ന്, ചിലർ പറയുന്നു അങ്ങനെയല്ല, അത് ചിലപ്പോൾ സുരക്ഷാ വീഴ്ചയായിരിക്കും. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഏറ്റവും വഷളായ ഒരു പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയാണെന്ന് ഇന്ന് ലോകം മുഴുവൻ അറിയുന്നതാണ് അയാൾ. ഈ നാടകവും കാണിക്കും, ഇതിലപ്പുറത്തെ നാടകവും കാണിക്കും. ഇറാൻ ജനതയോട് അയാൾ മാപ്പപേക്ഷിച്ചിട്ട് നല്ലൊരു അമേരിക്കൻ പ്രസിഡന്റായി ജീവിക്കുന്നതല്ലേ അയാൾക്ക് നല്ലത്. കാരണം അത്രയും നെറികെട്ട ഒരു സ്വഭാവത്തിന്റെ ഉടമയാണെന്ന് ഇന്ന് ലോകത്തുള്ള ഏതൊരാൾക്കും അറിയാം. പിന്നെ ഒരു മാനുഷിക പരിഗണന വെച്ചിട്ട് അദ്ദേഹത്തിനെ വധിക്കണം എന്നുള്ളൊരു അഭിപ്രായം നമുക്ക് പറയാനുള്ള അധികാരമില്ല.
എങ്കിലും അയാൾക്കൊരു മാനസാന്തരം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് മാർപ്പാപ്പയോട് പ്രാർത്ഥിക്കാം. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമ്മൾ എത്ര ദുഷ്ടനായാലും ഇങ്ങനെ നമുക്ക് അഭിപ്രായമുള്ള പലരും കാണും. പക്ഷേ ഒരാളെ വധിക്കുക എന്ന് പറഞ്ഞാൽ അയാളെ കൊല്ലപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നത് ശരിയല്ല എന്നതുകൂടി അദ്ദേഹം പറയുന്നു. മാനസാന്തരം ഉണ്ടാവട്ടെ എന്ന് മാർപ്പാപ്പയോട് പ്രാർത്ഥിക്കാമെന്ന് കൂടിയാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. ശ്രീ ഉണ്ണികൃഷ്ണനാണ് പ്രതികരിച്ചത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.